ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് വുമൻസ് ഓൺലൈൻ ബുട്ടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ, കണ്ണൂർ കിളകമാണ് സ്ഥലം. അപ്പം എന്താ പറയുക, കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാൻ തുടങ്ങി വീഡിയോസ് എന്താ പോസ്റ്റ് ചെയ്യാഞ്ഞെന്ന്. പക്ഷേ ഞാൻ അധികം ആയില്ലല്ലോ വീഡിയോ പോസ്റ്റ് ചെയ്ത്. പക്ഷെ എന്നാലും കസ്റ്റമർ ചോദിക്കുന്നുണ്ട് എന്താണ് ഒരുപാട് ദിവസമായ പോലെ. ശരിക്കും എനിക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്, ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് എന്നാ പോസ്റ്റ് ചെയ്തത് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ദിവസം ഇങ്ങനെ നീണ്ടുപോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ശരിയാണ്, കസ്റ്റമേഴ്സിന് അപ്പോൾ ആ ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മാക്സിമം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടാണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ആരെങ്കിലും, അതായത് ഇപ്പം പല അക്കൗണ്ടിലും ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. പല അക്കൗണ്ടിൽ എൻ്റെ ഫോൺ നമ്പർ അല്ലാണ്ട് അതായത് ഇപ്പം എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫോൺ നമ്പർ അല്ലാണ്ട് താഴെ വേറെ ഫോൺ നമ്പറിലൊക്കെ ആയിരിക്കും അത് എന്താ പറയുക ആഡ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് പല എന്താ പറയുക എന്താ ഇപ്പം പറയുക, യൂട്യൂബിൽ പല ആൾക്കാരും അങ്ങനെ ഒരു ഫേക്ക് ഐ ഡികൾ യൂസ് ചെയ്തവരുണ്ടാവും. അപ്പോൾ ഉണ്ടാവുക, കാരണം ഇപ്പോഴത്തെ ഇതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ കമൻ്റ് അല്ല, ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അല്ലാണ്ട് വേറൊരു നമ്പറും അപരിചിതമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ കയറരുത്. പിന്നെ കൂടാണ്ട് ഞാനത് പറയുന്നതാണ്, എൻ്റെ നമ്പർ ചേഞ്ച് ഉണ്ടെങ്കിൽ പറയും, ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പം ശ്രദ്ധിക്കാം മാക്സിമം കേട്ടോ. പിന്നെ എനിക്ക് വരുന്ന മെസ്സേജുകൾ ചിലപ്പം കസ്റ്റമേഴ്സിൽ ചിലപ്പോൾ ബോയ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഗേൾസ് ആയിരിക്കാം, ചിലപ്പം എന്താ പറയുക ഒരു പൂവാലന്മാർ എന്നൊക്കെ പറയുന്ന പോലെ പല ആൾക്കാരും ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് ചിലത് മനസ്സിലാകും, ചിലത് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹായ് മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതായത് ഒരു ഡ്രസ്സ്, അതായത് എൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ ലേഡീസാണ്, നമുക്ക് കസ്റ്റമേഴ്സിന് എന്തോ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, നമുക്ക് ആ രീതിയിൽ നമ്മൾ ടോക്ക് ചെയ്യും. ചിലർ ഹായ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ അഡ്രസ്സ് എന്താ, നിങ്ങൾ എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ മെസ്സേജ് അയക്കും. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഐ ഡി എന്ന് പറയുമ്പം ചിലപ്പം ഹസ്ബൻഡിൻ്റെ പേരായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും. എല്ലാവരും ഒരുപോലെ പേര് കൊടുക്കണം എന്നില്ല. ചിലപ്പം ഹാർട്ട് ഷേപ്പ് ആയിരിക്കും, ചിലപ്പോൾ സ്മൈലി ആയിരിക്കും, ചിലപ്പം പല ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില കസ്റ്റമേഴ്സ് ഇറിറ്റേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പോൾ ക്ലിയർ ആയിട്ട് ഓരോ കസ്റ്റമേഴ്സ്, അതായത് പർച്ചേസ് ചെയ്യുന്നവർ ഓരോന്നും എൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് അയക്കുക. അല്ലാത്ത പക്ഷമാണെങ്കിൽ ഡ്രസ്സ് അവൈലബിൾ ആണോ, ഇപ്പോൾ ബോയ്സ് ആയാലും ചിലപ്പോൾ ആ റേഞ്ചിൽ എനിക്ക് ഫോട്ടോ അയച്ചിട്ട് എൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചിലപ്പോൾ അയച്ചിട്ട് അവർ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ തട്ടിപ്പ് എല്ലാവരും ഉണ്ടാവും. പക്ഷേ എനിക്ക് ഒരു ഇതിന് വേണ്ടി ഓഡിയോ അയക്കാൻ താല്പര്യമുള്ളവർ മാക്സിമം ഓഡിയോ ആയിട്ട് അയക്കാം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അല്ല എന്ന് കരുതി ഫുൾ ഓഡിയോ ആവരുത്. കാരണം ചില കേസുകൾ, അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം കസ്റ്റമേഴ്സ് ഗേൾസ് ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഓഡിയോ ആകുമ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം എനിക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എപ്പോഴും മനസ്സിലാവാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുമ്പം ചിലപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റിയെന്ന് വരില്ല, എല്ലാം മെസ്സേജ് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നോർമലി ഗേൾസിന് മെസ്സേജ് അയക്കുന്ന പോലെ ചിലപ്പോൾ അറിയാതെ ബോയ്സിന് അയച്ചു പോകും. കാരണം വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങോട്ട് ഓർഡർ എടുത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഓഡിയോകൾ, അതായത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയത്തുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഓഡിയോ അയക്കാം. അപ്പോൾ ഓഡിയോ അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിക്കും അത് ഗേൾസ് ആണോ ബോയ്സ് ആണോ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് റിപ്ലൈ തരാൻ പറ്റും. അപ്പം ചിലർക്കൊക്കെ എന്താ പറയുക സാധാ ഫോണായിരിക്കാം, ചിലർക്ക് ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് മറ്റേ അക്കൗണ്ട് ട്രാൻസ്ഫേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലർക്ക് എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തുണ്ടാവില്ല. അപ്പം ഒരു ഊഹം വെച്ചിട്ടായിരിക്കും ആദ്യത്തെ പ്രൊഡക്റ്റ് രണ്ടാമത്തെ പ്രൊഡക്റ്റൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ചിലർ ഫോട്ടോ ചോദിക്കും, അതായത് ഡ്രസ്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസിൻ്റെ ഫോട്ടോസ് ചോദിക്കും. അങ്ങനെ പല കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഓഡിയോ അയച്ചിട്ട് കാര്യം പറയാം, എനിക്കിങ്ങനെ ഡ്രസ്സുകൾ ഞാൻ ഇന്നലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് അവൈലബിൾ ആണോ ചില ചോദിക്കും. അപ്പോൾ ഓഡിയോ അയച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് മെസ്സേജ് അയച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഓഡിയോ അയക്കുമ്പോഴാണ് നമുക്കിത് ആരാന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ, അതായത് രണ്ട് തരം ആൾക്കാരുടെയും നമുക്കത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ എനിക്കതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചിലപ്പോൾ റഷായി സംസാരിക്കും. ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പം ഗേൾസ് എന്ന രീതിയിൽ ഞാൻ സോഫ്റ്റായിട്ട് സംസാരിക്കും, അല്ല ചിലപ്പം ബോയ്സ് എന്ന രീതിയിൽ ഞാനത് റഷായിട്ട് സംസാരിക്കും. അപ്പം പെട്ടെന്ന് ഓഡിയോ അയക്കുമ്പം അയ്യോ ഞാനാണ് മാം, എന്താണ് മാം എന്നോട് ഇങ്ങനെ റഷായിട്ട് സംസാരിക്കുന്നതെന്ന് ആ ഒരു ലേഡീസ് സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും അയ്യോ അറിയാത്ത രീതിയിൽ
അബദ്ധം പറ്റും. കാരണം മനുഷ്യന്മാരല്ലേ, അബദ്ധം പറ്റും. അപ്പം ഏത് കേസിലായാലും ഇപ്പം അസുഖം വന്നാലും കൂടി മനുഷ്യൻ്റെ അവസ്ഥയാണ്, പറയാനൊന്നും പറ്റില്ല. അപ്പം ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഓഡിയോ അയക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അവൈലബിൾ ആണോ, മീഡിയം സൈസ്, ലാർജ് സൈസ്, എക്സൽ സൈസ് അവൈലബിൾ ആണോ എന്ന രീതിയിൽ ചോദിക്കുക. അല്ലാത്ത പക്ഷേ ആൾക്കാർക്കാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന സൈസ് അവൈലബിൾ ആണോ എന്നിട്ട് ഓഡിയോ അയക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ ആകുമ്പോൾ മനസ്സിലാവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ എൻ്റെ ഈ നമ്പർ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ അതായത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം ഒഴിവാക്കുക. അപ്പം എൻ്റെ ഈ നമ്പർ, അതായത് ഈ നമ്പർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും അതായത് ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ മാത്രം ആ നമ്പറിൽ പോകാവുള്ളൂ. അതായത് ഇപ്പം ഞാൻ വേറൊരു നമ്പർ തരാം എന്ന് പറഞ്ഞാൽ മാത്രമേ പോകാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു അക്കൗണ്ടിൽ നിന്ന് നോക്കേണ്ടതാണ്. ഫുൾ ഫേക്ക് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ കൂടുതൽ ഞാൻ ഇതായിരിക്കുമല്ലോ, നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എപ്പോഴും വീഡിയോസ് കാണുക. കണ്ടാൽ മാത്രമേ കൂടുതലും എന്താ പറയുക ആ ഇത് വരുള്ളൂ. അതായത് നോട്ടിഫിക്കേഷൻ ഫ്രണ്ടിൽ യൂട്യൂബിൽ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പേജ് വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സും ഒരേ ബൊട്ടിക്ക് ആവണമെന്നില്ല. കാരണം പല കസ്റ്റമേഴ്സും പല ബൊട്ടിക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നതും സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ടാണ് യൂട്യൂബിൽ അവരുടെ പേജുകൾ ചിലപ്പം കാണുന്നത്. എൻ്റെ പേജ് കുറയുന്നതും അതുകൊണ്ടാണ്. കാരണം മാക്സിമം ആ ഒരു വീഡിയോസ് കണ്ടാൽ അല്ലെങ്കിൽ നോക്കിയാൽ മാത്രമേ എന്താ പറയുക. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കളക്ഷൻ കാണിച്ചു തരാം. കാരണം ഞാനിത് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് ചിലർക്ക് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ വീഡിയോ കാണാൻ പറ്റിയെന്ന് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കളക്ഷൻസ് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. കളക്ഷൻസ് കാണിച്ചു തരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് വെബ്സൈറ്റും ഇല്ല. കൂടാണ്ട് ഈ ചാനലിൽ എല്ലാ ആൾക്കാരും എല്ലാ കസ്റ്റമേഴ്സും എല്ലാ വീഡിയോസ് കാണണമെന്നില്ല. എൻ്റെ 2-3 ദിവസത്തിന് മുന്നേ ഉള്ളതും എൻ്റെ പാസ്റ്റ് ഉള്ളതും എല്ലാം ഒന്ന് കാണണമെന്നില്ല. അപ്പോൾ അപ്ഡേഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ എടുത്ത് അതായത് സോൾഡ് ഔട്ട് ആയതല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ബോറടിപ്പിക്കുന്നത് കൊണ്ടല്ല. കാരണം വെച്ചാൽ എല്ലാവരിലും എത്തിക്കുക, മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 3 പീസ് സെറ്റും 2 പീസ് സെറ്റും അഫോർഡബിൾ പ്രൈസിൽ ഇനി മുന്നേ കൊടുത്ത ഓഫർ പ്രൈസിൽ ഉണ്ടായിരുന്ന അതേ റേറ്റിൽ ഞാൻ ഈ പ്രാവശ്യം തരാം. അത് മാക്സിമം ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നോക്കുക. നാളെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. പോസ്റ്റ് ത്രൂ ആയിരിക്കും, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അപ്പം പിന്നെ കൂടാണ്ട് സ്ഥിരമായിട്ട് ഈ വീഡിയോസ് കാണുന്നവർക്ക് ഏകദേശം അറിയാൻ സാധിക്കും. അപ്പം ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യിക്കുന്നില്ല. ഇഷ്ടമാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ 3 പീസ് സെറ്റാണ്, കോട്ടൺ ആണ്, യെല്ലോ കളറാണ്, മീഡിയം ആണ്, മിറർ വർക്കാണ്, സൈഡ് സ്ലിറ്റ്, കോളർ ടൈപ്പാണ്, ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്, യോക്ക് പോസ്റ്റിൽ അതേ പാച്ച് സ്ലീവിൽ എൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വൈറ്റ് പ്രിൻ്റാണ്, സൈഡ് സ്ലിറ്റ്, കോട്ടൺ ആണ് ലൈനിങ് വരുന്നത്. 3 പീസ് സെറ്റിൽ ബോട്ടം എന്ന് പറയുന്നത് ഇത് ദുപ്പട്ട 2.25 ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ കൂടാണ്ട് ബോട്ടം എന്ന് പറയുന്നത് ബോട്ടമും ദുപ്പട്ടയും സെയിം, അതായത് ഒരേ പാച്ച് തന്നെയാണ്. യോക്ക് പോസ്റ്റിൽ അതേ പാച്ചാണ് ബോട്ടത്തിനും ദുപ്പട്ടയ്ക്കും വന്നിട്ടുള്ളത്. മീഡിയമാണ്, 38 ആണ് സൈസ് വരുന്നത്. ഫ്രണ്ടിൽ പട്ടയും ടൈ ചെയ്യാൻ ഡോറിയും ബാക്കിൽ ഇലാസ്റ്റിക്കും. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഏറ്റവും എൻഡിൽ ഫുൾ, അതായത് ഏറ്റവും എൻഡിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോർഡറിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഒരു കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വർക്ക് ഫുള്ളും. പിന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈ ചെയ്യാൻ ഡോറിയും തന്നിട്ടുണ്ട്. 38 ആണ് ലെങ്ത്ത് വരുന്നത്. മീഡിയം ആണ് സൈസ്, 38 സൈസാണ്. ബോട്ടം ആൻഡ് ടോപ്പ് ഒരേ സൈസ് തന്നെയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 840 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ 40 rupees റിഡക്ഷൻ ചെയ്തിട്ട് 799 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റേറ്റാണ് കേട്ടോ. അപ്പം ഓരോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 840 വിത്ത് ഒരു മജന്ത പോലത്തെ കളറാണ്. ചിക്കൻ കാരിയുടെ പ്രൊഡക്റ്റാണത്. ചിക്കൻ കാരിയുടെ ഫാബ്രിക്കാണ്. സൈഡ് സ്ലിറ്റ്, സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് ആണ്, കോട്ടൺ ആണ് വരുന്നത്. മീഡിയം ലാർജ് 2 സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരുന്നത് 719, അതായത് 719 രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓഫർ പ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 799 80 rupees റിഡക്ഷൻ ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്താ പറയുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 2.25 ഉണ്ട്, 2 പീസ് സെറ്റാണ്. അപ്പോൾ 719 രൂപയാണ് കേട്ടോ. 2.25 ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. കാരണം ഞാൻ മടക്കി വെച്ചതുകൊണ്ടാണ്, ഡബിളായിട്ട് മടക്കി വെച്ചതുകൊണ്ടാണ്. നല്ല ലെങ്ത് ഉണ്ട്. ഒട്ടും മിസ്സാക്കണ്ട. 719 രൂപ മാത്രമേ ഉള്ളൂ. മീഡിയം ആൻഡ് ലാർജ് ആണ്. നല്ലൊരു ഗ്രേപ്പ് കളറാണ്.
നല്ലൊരു വാടാമല്ലി, ആ ഒരു ഗ്രേപ്പ് കളറല്ല, ഒരു വാടാമല്ലി, ഓക്കെ വാടാമല്ലി കളറാണ്. മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, മീഡിയം ആൻഡ് എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയവും എക്സലും 2 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 719 പിന്നെ കൂടാണ്ട് 2.25 ഉണ്ട്. നല്ലൊരു മോഡലും കൂടിയാണ്, ചിക്കൻ കറിയാണ്. പിന്നെ കൂടാണ്ട് സൈഡ് സ്ലിറ്റ്, ബോഡി ഫുൾ സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ്. പിന്നെ നെക്സ്റ്റ് വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് വിചിത്ര ഫാബ്രിക്കിൽ ബ്ലാക്ക് കളറാണ്, സൈഡ് സ്ലിറ്റ് ആണ്, സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് ആണ്, നെക്കിൽ ഹെവി വർക്കാണ്. പിന്നെ കൂടാണ്ട് ക്രിപ്പാണ് ലൈനിങ് വരുന്നത്. 2 പീസ് സെറ്റാണ്. നല്ലൊരു ജോർജറ്റിൽ ഫാബ്രിക്കിൽ തന്നെ ത്രെഡ് വർക്ക് വെച്ചിട്ട് നല്ലൊരു മോഡലും കൂടിയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മോഡലാണ് ഒരുപാട് കൊണ്ടുവരാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നല്ലൊരു മോഡലും കൂടിയാണ്. സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും. ആദ്യമായിട്ടാണ് എക്സലും ഡബിൾ എക്സൽ സ്റ്റോക്ക് വരുന്നത്. കൂടുതൽ അതായിരുന്നു മൂവ് ആവുന്നത്. ഇപ്പോൾ ഡബിൾ എക്സൽ ആണ്. എക്സലും ഡബിൾ എക്സൽ സൈസ് 2 സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബ്ലാക്ക് കളറാണ്. റേറ്റ് വരുന്നത് 799 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. 799 രൂപ. ഏകദേശം ഇതൊക്കെ 845 റേഞ്ചിൽ പോകുന്നതാണ്. പിന്നെ സൈസ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ്. മീഡിയം ആൻഡ് ലാർജ് സൈസാണ്. സൈഡ് സ്ലിറ്റ് വിചിത്ര ഫാബ്രിക്, സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് ആണ്. അതായത് ദുപ്പട്ട വരുന്നത് നല്ലൊരു ത്രെഡ് വർക്കും കൂടിയാണ്. 2.25 ഉണ്ട്. ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഫുൾ ഹെവി വർക്കാണ്. നല്ലൊരു ബേബി പിങ്ക് അല്ലെങ്കിൽ നല്ലൊരു കളർ അല്ലെങ്കിൽ ചിക്കു കളർ നമുക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 799 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. മീഡിയം ഇത്ര കളക്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഷെയർ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ വീണ്ടും വരുന്നതാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, ഒട്ടും മേടിക്കണ്ട. അപ്പോൾ